ഹാരി പോട്ടർ പുത്തൻ ഫോർമാറ്റിലെത്തുമ്പോൾ ആ വേൾഡിനെ ആരാധിച്ച അതിലൊന്ന് എത്തിപ്പെടാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളെ വീണ്ടും ഓർമ്മകളിലേക്ക് തള്ളിവിടുകയാണ് HBO. ഹോഗർട്സ് എന്ന മിസ്റ്റിക്കൽ വേൾഡും കുഞ്ഞു ഹാരിയുടെ അഡ്വഞ്ചേഴ്സും നിറഞ്ഞ ആദ്യ സിനിമ മുതൽ 15 വർഷം മുൻപെത്തിയ അവസാന സിനിമ വരെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് പുതിയ ടീസറിലൂടെ. കാലഘട്ടം മാറി എന്നല്ലാതെ ഹോഗർട്സിന്റെ സെറ്റിങ്ങിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നതാണ് അതിന് കാരണം. കണ്ടുപരിചയിച്ച സ്ഥലങ്ങൾ, സംഭവങ്ങൾ, എല്ലാവരും മനസ്സിൽ ആഴത്തിൽ പതിച്ച കഥാപാത്രങ്ങൾ. പക്ഷേ സീരീസിന്റെ ടീസർ പലർക്കും കണക്റ്റ് ആയില്ല. സ്വീകാര്യതയേക്കാൾ നിരാശയും നിരാകരണവുമാണ് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോണിന് സിനിഫൈൽസിനിടയിൽ ലഭിക്കുന്നത്. ഹാരി നേരിട്ട വെല്ലുവിളികളെ 8 സിനിമകളിലായി അവതരിപ്പിച്ചതിലും കൂടുതൽ എന്താണ് ഈ പുതിയ സീരീസിന് പറയാനുണ്ടാവുക എന്നത് ഒരു ചോദ്യം. ഹാരി പോട്ടർ എന്നാൽ ആദ്യം തെളിയുന്ന ചിത്രം ഡാനിയൽ റാഡ്ക്ലിഫിന്റെ മുഖമാണ്. റോണായി റൂപ്പർട്ട്, ഹെർമോണിയായി എമ വാട്സൺ, ഹാഗ്രിഡായി റോബി കോൾട്രെയിൻ, അങ്ങനെ മായ്ച്ചാലും മായാത്ത തരത്തിൽ ഇവരുടെ മുഖങ്ങൾ പതിഞ്ഞിടത്ത് എങ്ങനെ പുത്തൻ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനാകുമെന്നത് മറ്റൊരു ചോദ്യം. അങ്ങനെ സീരീസിന്റെ ആവശ്യകതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ആരാധക വൃന്ദം. JK റൗളിങ്ങിന്റെ ആദ്യ ഹാരി പോട്ടർ ബുക്കായ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോൺ പുറത്തിറങ്ങി 29 വർഷത്തിന് ഇപ്പുറമാണ് ബുക്കിനെ ആസ്പദമാക്കിയുള്ള സീരീസ് വരുന്നത്. ഇതേ ബുക്കിന്റെ സിനിമ അഡാപ്റ്റേഷന് 25 വർഷത്തിന് ശേഷം. ഹാരി ഹാഗ്രിഡിനെ കണ്ടുമുട്ടുന്നതും മഗൾ വേൾഡിൽ നിന്ന് ഹോഗർട്സിലേക്ക് യാത്ര തിരിക്കുന്നതും റോണിനെയും ഹെർമോണിയെയും പരിചയപ്പെടുന്നതും തുടങ്ങി വായിച്ചതും കണ്ടതുമെല്ലാം റിവീൽ ചെയ്യുന്ന ടീസറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്.